ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ആൽമണ്ട് കേസരി അല്ലെങ്കിൽ ബദാം കേസരി. ഇതൊരു സ്വീറ്റ് ഡിഷാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ ബദാം ഹൈ പ്രോട്ടീൻ ആണല്ലോ, അപ്പോൾ നല്ല ഹെൽത്തിയുമാണ്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ഒത്തിരി എളുപ്പവുമാണ്. അപ്പോൾ നമുക്ക് ആൽമണ്ട് കേസരി അല്ലെങ്കിൽ ബദാം കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ആൽമണ്ട് ഫ്ലവർ. ഇതുകൊണ്ടാണ് ഞാൻ ആൽമണ്ട് കേസരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഫ്ലവർ ഇല്ലെങ്കിൽ ആൽമണ്ട് പൊടിച്ചും അതിൻ്റെ പൊടി എടുക്കാവുന്നതാണ്. ഈ പുട്ടിനൊക്കെ പൊടിക്കും പോലെ പൊടിച്ചെടുക്കുക. ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് ആൽമണ്ട്, കാഷ്യൂനട്ടും കുറച്ച് പിസ്തയും കൂടെ കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ കേസരിയിൽ ഇടാനായിട്ട്. ഇനി നമുക്ക് വേണ്ടാണ് 1/4 കപ്പ് റവ. ഇത് 1/4 കപ്പ് വറുക്കാത്ത റവയാണ്. വറുത്തത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ പാക്കറ്റിൽ നിന്ന് എടുത്ത ബദാം പൗഡർ. ഇത് ഏകദേശം 1/4 കിലോളം കാണും. ഈ കുഞ്ഞു കട്ടകളൊക്കെ ഇതിൻ്റെ മേളിൽ കാണുന്നത് നമുക്ക് ഈസിയായിട്ട് കൈകൊണ്ട് ഉടച്ചെടുക്കാം. നമ്മുടെ നെയ്യ് ഉരുകി കിട്ടി. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. തീ ഏറ്റവും കുറച്ച് വയ്ക്കണം, ലോ ഫ്ലെയിമാക്കി വയ്ക്കണം, അല്ലെങ്കിൽ റവ കരിഞ്ഞു പോകും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ. നമ്മുടെ റവ ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബദാമിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഇട്ട് കൊടുത്തിരുന്നു. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമ്മുടെ റവ വറുത്തോണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. നമ്മുടെ ബദാമിൻ്റെ പൗഡർ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നല്ല ബ്രൗൺ കളറായി ബദാമിൻ്റെ കളർ പോലെ വരും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബദാം, പിസ്ത, കാഷ്യൂനട്ടിൻ്റെ സ്മോൾ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളർ ആകുന്ന വരെ ചെറു തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. നല്ല ബദാമിൻ്റെ കളർ പോലെ ബ്രൗൺ കളറായി തുടങ്ങി. നമ്മുടെ ബദാം പൗഡർ നന്നായി റോസ്റ്റായി കിട്ടി. ഇത് കണ്ടോ, ബദാമിൻ്റെ കളർ പോലെ നല്ല ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് ആദ്യം നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പാലെല്ലാം നന്നായി വറ്റി ഡ്രൈ ആകുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാലെല്ലാം വറ്റി തുടങ്ങി. ഇനി ഇപ്പോഴാണ് നമ്മൾ 1 കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ പഞ്ചസാര ചെല്ലുമ്പോൾ ഇതൊന്നും കൂടെ ലൈറ്റായിട്ട് ലൂസായി കിട്ടും. നമ്മുടെ ബദാം കേസരി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ബദാം കേസരി റെഡിയായി. ഞാൻ തീ ഓഫ് ചെയ്തു. അതിൻ്റെ കളർ കണ്ടു, നല്ല ബദാമിൻ്റെ കളറായിട്ട് വന്നിട്ടില്ലേ. നമ്മൾ ഏകദേശം 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കുക. അധികം നെയ്യ് ഇഷ്ടമാണെങ്കിൽ അധികം ഇടുക. നമ്മൾ ആ പാൽ ഒഴിച്ച് കൊടുത്ത സമയത്ത് 2 പിഞ്ച് സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്തെങ്കിൽ ഒത്തിരി നല്ലതായിരുന്നു. എൻ്റെ കുങ്കുമപ്പൂ തീർന്നിരുന്ന കാരണമാണ് ഞാൻ ഇടാതിരുന്നത്. നമ്മുടെ ആൽമണ്ട് കേസരി റെഡിയായി. ഞാൻ ഈ സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയത്. ഇനി നമുക്ക് കുറച്ച് ആൽമണ്ട് പീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. നിങ്ങളിത് ശരിക്കും ട്രൈ ചെയ്യണം. നല്ല ഹൈ പ്രോട്ടീൻ ഡയറ്റാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. നല്ല രുചിയുണ്ട്. ഉണ്ടാക്കാനും ഒത്തിരി എളുപ്പമാണ്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തരണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.